എന്താണ് യഥാർത്ഥത്തിൽ ഈ കരാർ? സാധാരണക്കാരായ നമ്മളെ ഇത് എങ്ങനെ ബാധിക്കും? ഈ കരാർ വന്നതുകൊണ്ട് റബ്ബർ കർഷകർക്ക് ആശങ്കപ്പെടാനുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അത് സത്യമാണോ? വാസ്തവമുണ്ടോ? അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ലളിതമായി പറഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതി ടാക്സ് യൂറോപ്പ് പൂർണ്ണമായും ഒഴിവാക്കും. തിരിച്ച് യൂറോപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ നികുതിയും ഇന്ത്യ കുറയ്ക്കും. യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് അയക്കുന്ന 96% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ചുങ്കം ഒഴിവാക്കി നൽകാമെന്നാണ്. ഇത് കേരളത്തിന് നൽകുന്ന അവസരങ്ങൾ ചെറുതല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിന് ഏറ്റവും വലിയ നേട്ടം ലഭിക്കുന്നത് മത്സ്യ മേഖലയിലാണ്. ഇതുവരെ നമ്മുടെ ചെമ്മീനും കണവയ്ക്കും ഒക്കെ യൂറോപ്പിൽ 6% മുതൽ 26% വരെ നികുതി നൽകണമായിരുന്നു വിറ്റുപോകണമെങ്കിൽ. വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇത് നമുക്ക് വലിയൊരു തടസ്സമായിരുന്നു. എന്നാൽ ഈ പുതിയ കരാറോടെ ഈ നികുതി പൂർണ്ണമായും ഇല്ലാതാകുന്നു. അതായത് നമ്മളുടെ മത്സ്യവിഭവങ്ങൾ ഇനി കുറഞ്ഞ വിലയിൽ യൂറോപ്പിൽ നമുക്ക് വിൽക്കാം. കച്ചവടം പൊടിപിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ മറ്റൊന്നാണ് സുഗന്ധവ്യഞ്ജനങ്ങളും. കുരുമുളക്, ഏലം, കാപ്പി, തേയില എന്നിവയുടെ നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിലെ കയർ വ്യവസായത്തിനും ഇത് വലിയ ഉണർവാണ് നൽകാൻ പോകുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധനങ്ങൾ മാത്രമല്ല, മനുഷ്യരും ഇനി അതിർത്തി കടക്കും. ഈ കരാറിന്റെ ഭാഗമായി ഒരു മൊബിലിറ്റി പാക്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ നഴ്സുമാർക്ക് ഇതൊരു വലിയ സുവർണാവസരമാണ്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നഴ്സുമാർക്ക് ഇപ്പോഴും വലിയ ക്ഷാമമാണ്. അവിടെ ജോലി ലഭിക്കാനുള്ള വിസ നടപടികൾ ഇനി വളരെ എളുപ്പമാവും. നഴ്സിംഗ് ഡിഗ്രികൾ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അംഗീകരിക്കാനും വിസ പ്രോസസ്സിംഗ് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ തീർക്കാനുമാണ് ധാരണയായിരിക്കുന്നത്. കൂടാതെ IT പ്രൊഫഷണലുകൾക്കും ഇതേ ആനുകൂല്യം ലഭിക്കും. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, യൂറോപ്പിൽ നിന്ന് റബ്ബർ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കർഷകരുടെ കാര്യം എന്താകുമെന്ന്. പേടിക്കണ്ട, കേരളത്തിലെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. പ്രകൃതിദത്ത റബ്ബർ, അതായത് നാച്ചുറൽ റബ്ബർ, പാൽ, അരി തുടങ്ങിയവയെ സെൻസിറ്റീവ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവയുടെ ഇറക്കുമതി നികുതി കുറയ്ക്കില്ല. യൂറോപ്പിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് റബ്ബർ വന്ന് നമ്മളുടെ റബ്ബറിന്റെ വില ഇടിയാതിരിക്കാൻ ഇത് സഹായിക്കും. എന്നാൽ ടയർ പോലുള്ള റബ്ബർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് നികുതി ഇളവ് ലഭിക്കുകയും ചെയ്യും. ഇനി മറ്റൊന്ന്, കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. യൂറോപ്പിൽ നിന്നുള്ള കാറുകളുടെ, ഉദാഹരണത്തിന് ഔഡി, BMW തുടങ്ങിയ കാറുകളുടെ നികുതി 110% നിലവിലുള്ളത്. ഇതിൽ നിന്നും 10% കുറയും. അതായത് 100ന്റെ വ്യത്യാസം ഉണ്ടാകുന്നു. ഒരു വർഷം 2.5 ലക്ഷം കാറുകൾ ഇറക്കുമതി ചെയ്യാൻ ഈ ഇളവ് ലഭിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളുടെ പാതകളിലൂടെ ഔഡിയും BMWയും ഓട്ടോറിക്ഷ പോലെ പായുന്ന കാലവും വിദൂരമല്ല. ഇനി ലേശം വീശുന്നവർക്ക് വലിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. യൂറോപ്യൻ വൈനുകളുടെയും മദ്യത്തിന്റെയും നികുതി 150% നിന്ന് ഗണ്യമായി കുറയ്ക്കാൻ പോകുന്നു. വിദേശ മദ്യത്തിന്റെ വില കുറയാൻ ഇത് കാരണമാകും. പക്ഷേ വെല്ലുവിളികളുണ്ട്. യൂറോപ്പിലേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവയുടെ ഗുണനിലവാരം, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കുക എന്നത് കടുപ്പമേറിയ ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ചും മത്സ്യങ്ങളുടെ കാര്യത്തിൽ. കൂടാതെ സ്റ്റീൽ പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കാർബൺ ടാക്സ് നൽകേണ്ടി വരും എന്നതും ഒരു വലിയ തലവേദന തന്നെയാണ്. എങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിന് ഇതൊരു ലോട്ടറി തന്നെയാണ്.